നമ്മൾ ലഗ്രാഞ്ചസ് തിയറം പ്രൂവ് ചെയ്യണം. ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് എന്താണ്? ഈ ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പും H ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡറിനെ കൊണ്ട് ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അങ്ങനെ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് G ബൈ ഓർഡർ ഓഫ് H എന്നും കൂടെ ഉണ്ട് അതിന്റെ കൂടെ. അപ്പോൾ അതിന്റെ പ്രൂഫ് എഴുതാൻ വേണ്ടി G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്, H ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് H ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകൾ ഞാൻ ആരൊക്കെയാണ് എടുക്കുന്നത്? A1H, A2H, എക്സെട്ര AKH these all the distinct left cossets of H എന്ന് എടുക്കുന്നു. നമുക്ക് എന്താ പറയാം? ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളെല്ലാം ഡിസ്ജോയിന്റ് ആണ്. പിന്നെ അവയുടെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? G കിട്ടുകയാണ് ചെയ്യും. ആണല്ലോ. അപ്പോ ഞാൻ ഓർഡർ ഓഫ് G എടുക്കുകയാണ്. ഓർഡർ ഓഫ് G എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റൈറ്റ് സൈഡ് അല്ലെ? A1H യൂണിയൻ A2H യൂണിയൻ എക്സെട്ര യൂണിയൻ AKH. ഇനി നമുക്കറിയാം ഇതെല്ലാം ഡിസ്ജോയിന്റ് അല്ലേ? നോക്കിയേ, A is equal to 1, 2, 3, 4 up to 10. B is equal to 1, 3, 5. C is equal to 2, 4, 6. D is equal to 7, 8, 9, 10. ഓക്കെ, ഈ ബിയും സിയും ഡി വിട്ടേക്ക്. ഈ ബിയും സിയും ഡിയും ഡിസ്ജോയിന്റ് അല്ലേ? മ്യൂച്വലി ഡിസ്ജോയിന്റ് എന്ന് പറയാൻ കാര്യമാണ് ബി ഇന്റർസെക്ഷൻ സി എം ഡി ആണ്, ബി ഇന്റർസെക്ഷൻ ഡി എം ഡി ആണ്, സി ഇന്റർസെക്ഷൻ ഡി എം ഡി ആണ്. എല്ലാം മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. ഇനി നമുക്കറിയാലോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? A is equal to B യൂണിയൻ C യൂണിയൻ D അല്ലേ? A is equal to B യൂണിയൻ C യൂണിയൻ D. ബിയും സിയും ഡിയും മ്യൂച്വലി ഡിസ്ജോയിന്റ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് B യൂണിയൻ C യൂണിയൻ D അല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് B യൂണിയൻ C യൂണിയൻ D എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് B പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് C പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് D മതിയാവുമല്ലോ. കാര്യം എന്താണ്? ബിയും സിയും ഡിയും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ A1H, A2H എക്സെട്ര എല്ലാം മ്യൂച്വലി AKH എല്ലാം മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് G is equal to നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A1H പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A2H പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A3H പ്ലസ് എക്സെട്ര പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് AKH. എന്താണ് റീസൺ? സിൻസ് these cosets are all disjoint അല്ലെ? These cosets are all disjoint അല്ലെ? ശരിയാണല്ലോ. ഇനി നമുക്ക് എന്തറിയാം? നേരത്തെ പറഞ്ഞല്ലോ, തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ എന്താ? ഒരു കോസെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സും ഒരു കോസെറ്റിലെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് സബ് ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ്. സബ് ഗ്രൂപ്പിൽ 50 എലമെന്റ്സ് ഉണ്ടെങ്കിൽ കോസെറ്റിൽ 50 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ കോസെറ്റ് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് കറസ്പോണ്ടിങ് ടു ദ സബ് ഗ്രൂപ്പ്. അപ്പോൾ A1H എത്ര എലമെന്റ്സ് ഉണ്ടാവും? H എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് A1H ഉണ്ടാവും അല്ലെ? ഇനി A2H എത്ര എലമെന്റ്സ് ഉണ്ടാവും? H എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് A2H ഉണ്ടാവും എക്സെട്ര. AKH എത്ര എലമെന്റ്സ് ഉണ്ടാവും? H എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് AKH ഉണ്ടാവും. കാര്യം എന്താണ്? സിൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ കോസെറ്റ് അല്ലെ? Since every left coset of H contains order of H elements അല്ലെ? Hൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് ആയിരിക്കും ഓരോ കോസെറ്റിലും ഉണ്ടാവുക. ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട്? A1H മൊത്തം K ടൈംസ് അല്ലേ? അപ്പൊ K ടൈംസ് K എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ നമ്പർ ആണ്. ദാറ്റ് ഈസ് എന്തായി? ഓർഡർ ഓഫ് G is equal to എന്താ? K ടൈംസ് ഓർഡർ ഓഫ് H അല്ലെ? K ടൈംസ് ഓർഡർ ഓഫ് H. ഇത് ഓർഡർ ഓഫ് H എന്ന് ഉദ്ദേശിക്കുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ?
ഗ്രൂപ്പിൽ സബ് ഗ്രൂപ്പിലെ എലമെന്റ്സുകളുടെ എണ്ണം അല്ലേ ഓർഡർ ഓഫ് എച്ച്. അപ്പൊ കെ ടൈംസ് എച്ച് ഇതിന്റെ മീനിങ് എന്താ? ജി ഇസ് എ ഓർഡർ ഓഫ് ജി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് എച്ച് എന്നല്ലേ? അല്ല, ഇസഡ് ഒരു പോസിറ്റീവ് ഇന്റിജർ അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് എച്ച് എന്നല്ലേ? അപ്പൊ ഓർഡർ ഓഫ് എച്ച് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബിന്റെ മീനിങ് എന്താ? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്ന് വെച്ചാൽ മീനിങ് എന്താ? ബി ഡിവൈഡ്സ് എ എന്നല്ലേ? അപ്പോ ഓർഡർ ഓഫ് എച്ച് ഓർഡർ ഓഫ് ജി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് എച്ചിന്റെ മീനിങ് എന്താ? ഹെൻസ് എന്ത് പറയാം? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഇതിലെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്നല്ലേ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ശരിയാണല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അതിലൂടെ പറയണമല്ലോ. എന്താണ് പറയണ്ടേ? ഇതുകൂടി പറയണം. Moreover, the number of distinct left or right cosets of H in G is order of G by order of H. അപ്പൊ നോക്കട്ടെ, നമ്മൾ എത്ര ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് എടുത്തിരിക്കുന്നത് ഇവിടെ? ഇവിടെ എത്ര ഡിസ്റ്റിങ്ക്ട്? 1, 2, A1H ഫസ്റ്റ്, A2H സെക്കൻഡ്, എക്സെട്ര AKH kth. അപ്പോ മൊത്തം എത്ര ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഇവിടെ ഉണ്ട്? K ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഉണ്ട് അല്ലേ? നമുക്ക് പറയേണ്ടത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് G by ഓർഡർ ഓഫ് H എന്നല്ലേ? ഇവിടെ നമുക്ക് ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് എന്നല്ലേ കിട്ടിയിരിക്കുന്നത്? ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് അല്ലെ? കെ എന്ന് വെച്ചാൽ എന്താണ്? ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു കെ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാലോ. കെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഫസ്റ്റ്, സെക്കൻഡ്, എക്സെട്ര kth. അപ്പൊ മൊത്തം കെ എണ്ണം ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഉണ്ട് അല്ലെ? ദാറ്റ് ഈസ് here only k distinct left cosets. ശരിയാണോ? k എണ്ണമാണ്. ശരിയാണല്ലോ. അപ്പോഴോ നമുക്ക് ഇവിടെ എന്താ പറയാം? ജി ഇസ് ഈക്വൽ ഇവിടുന്ന് k എന്തായിരിക്കും? k ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് എന്നല്ലേ? K എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് അല്ലെ? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച്. അപ്പോ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഓർഡർ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നു മാത്രമേ ലഗ്രാഞ്ച് തിയറം ഉള്ളൂ എങ്കിലും എക്സാമിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലഗ്രാഞ്ച് തിയറം എന്നാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ച് തന്നെ എഴുതണം. ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പും എച്ച് ഒരു സബ് ഗ്രൂപ്പും ആണെങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ച് തന്നെ എഴുതണം. അതിന്റെ കൂടെ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എഴുതിയാൽ നല്ലത്. അപ്പോൾ ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെൻ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. വളരെ പ്രധാനമാണ്. വളരെ സിമ്പിൾ പ്രൂഫാണ്. നമ്മൾ ആരുടെ പ്രോപ്പർട്ടീസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ? കോസെറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സും എടുത്തു. ജി എന്ന ഗ്രൂപ്പിന്റെ എച്ച് എന്ന സബ് ഗ്രൂപ്പിന്റെ എല്ലാ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളും എടുത്തു. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളെല്ലാം മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. അവയുടെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? ജി കിട്ടുകയും ചെയ്യും. അപ്പോൾ ജിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഓരോ കോസെറ്റിലെയും നമ്പർ ഓഫ് എലമെന്റ്സുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓരോ കോസെറ്റിലും ഹെച്ചിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് ഒരു കോസെറ്റിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിലെ എലമെന്റ്സ് A1H എന്ന കോസെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണവും H എന്ന സബ് ഗ്രൂപ്പിലെ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആയിരിക്കും. A2H എന്ന കോസെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണവും H എന്ന സബ് ഗ്രൂപ്പിലെ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആയിരിക്കും. The number of elements of AKH, the number of elements of the left coset AKH is same as the number of elements of the subgroup H. So order of G is order of H plus order of H plus order of H K times etc. So K into order of H. Order of G എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്? ജിയിലെ എലമെന്റ്സുകളുടെ എണ്ണം. രണ്ട് തൂടിനകത്ത് ഗ്രൂപ്പിന് ഇട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സുകളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ G is equal to K into order of H. So order of G is a multiple of order of G is a multiple of order of H. അല്ലേ?
A is a multiple of B എന്ന് വെച്ചാൽ B divides A എന്നാണ്. അതുകൊണ്ട് order of H divides order of G. അവിടെ നിന്ന് K കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ്സ് K കണ്ടുപിടിക്കാം. ഇനി ഒരു ഡെഫിനിഷൻ അവിടെ എഴുതാം. What is index? The index of a subgroup H in G, index of a subgroup H in capital G, the index of a subgroup H in a group capital G, H in a group capital G is the number of distinct left or right cosets of a subgroup. The number of distinct is the number. Index എന്ന് വെച്ചാൽ നമ്പർ ആണ്. The number of എത്ര എണ്ണം എന്നുള്ളതാണ്. Number of distinct left അല്ലെങ്കിൽ right cosets of H in G. H എന്ന സബ് ഗ്രൂപ്പിന് എത്ര ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് റൈറ്റ് കോസെറ്റ്സ് ഉണ്ടോ അതിനാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് നമ്പർ ഈസ് ഡിനോട്ടഡ് ബൈ, ഇൻഡെക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ദിസ് നമ്പർ ഈസ് ഡിനോട്ടഡ് ബൈ G. ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചില നിങ്ങളുടെ ടെക്സ്റ്റിൽ അവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് G ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് അങ്ങനെ മതിയല്ലോ. ഇൻഡെക്സ് ഓഫ് H in G, ഇൻഡെക്സ് ഓഫ് H in G എന്ന് വെച്ചാൽ G ഇൻഡെക്സ് ഓഫ് H in G നോട്ട് ചെയ്യുന്നത് എങ്ങനെ? ഇൻഡെക്സ് ഓഫ് H in G, ഇൻഡെക്സ് ഓഫ് H in G. അപ്പോ ഇവിടെ ഇൻഡെക്സ് ഓഫ് നമുക്കറിയാലോ, നമ്മൾ ഇന്നലെ നിങ്ങൾ ചെയ്തവരാണ്. G